ജയിച്ചോ ഹൈ ഗായ്സ്, ഞാൻ അപ്പിലു. എക്സാം പാസ്സായി ട്രീറ്റ് തീർക്കാൻ നമ്മുടെ സ്വന്തം അമ്മച്ചിന്റെ കടയിലേക്കാണ് വന്നത്. ഇവിടെ വന്ന് കഴിച്ചാൽ മനസ്സും വയറും ഒരുപോലെ നിറയും. നമ്മളൊരു പ്ലേറ്റ് ബീഫും ചോറുമാണ് പറഞ്ഞത്. ആ ബീഫിന്റെ ലോഡൊന്ന് കൊട്ടി ചോറും കൂട്ടി ഒരു പിടി പിടിക്കണം. ബഹുക്കേമം, സത്യം പറയല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ബീഫ് ഫ്രൈക്ക് ഒരു ചെറിയ കഥയും ഉണ്ട്. വിറകടുപ്പിൽ അമ്മച്ചിന്റെ കൈ കൊണ്ടാണ് ബീഫ് ഉണ്ടാക്കാറ്. പക്ഷെ അമ്മച്ചി ബീഫ് കഴിക്കാറില്ല. എന്നിട്ടടക്കം ഈ ബീഫിന് ഒടുക്കത്തെ ടേസ്റ്റുമാണ്, ഫാൻസും ആണ്. ഞാൻ അടുക്കളന്റെ ഉള്ളിലേക്ക് കുത്തിക്കേറി അമ്മച്ചിനെ കൊണ്ട് അപ്പിലു എന്ന് പറയിപ്പിച്ചു. ലൊക്കേഷൻ മറക്കണ്ട, പാലക്കാട് തൃശ്ശൂർ ഹൈവേ ടോളിനടുത്ത് ശ്രീകൃഷ്ണ ഹോട്ടൽ. നമ്മളിപ്പോ ഇങ്ങനെ ഇവിടം വരെ എത്തിയതെന്ന് അറിയണ്ടേ? ഏകദേശം പുലർച്ചയ്ക്ക് ഒരു 4-5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് നേരെ പോയിട്ട് ഫസ്റ്റത്തെ ട്രോഫി പിക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോ 2 ട്രോഫി വേറെയും കിട്ടി. ടോട്ടല് 3 ട്രോഫി. ഞാനൊരു പൊളിക്കും. ആ 3 ട്രോഫിനെയും സീറ്റ് ബെൽറ്റ് ഇട്ട് ലോക്കാക്കി വേഗം ചെന്ന് ഉള്ളെടുത്ത് സുബൈ നിസ്കരിച്ചു വന്നു. പിന്നെ നേരം വെളുത്ത് കുതിരാനൊക്കെ ഒന്ന് കടന്നു പോയപ്പോ എന്തേലൊക്കെ മിണ്ടിയും പറഞ്ഞും പോവാ വിചാരിച്ചു. നോക്കുമ്പോ ഒടുക്കത്തെ പഠിപ്പാണ് എല്ലാരും. നിങ്ങളെല്ലാരും കൂടി കണ്ണുവെച്ചിട്ടാണ്. അതിന്റെ ഇടയിൽ കൂടെ അനാക്കൊണ്ട പോലൊരു വലിയ ബ്ലോക്കും. അങ്ങനെ ചായയും കടിയും കുത്തിക്കേറ്റി ഹലാക്കിന് ഗേറ്റും തുറന്ന് കോളേജിന്റെ ഉള്ളിൽ കയറി. ഈ കോളേജിലാണ് ഇവർക്ക് വലിയ എന്തോ എക്സാം നടക്കുന്നത്. അവരെ മുഴുവനും പറഞ്ഞയച്ച് ഞാനിനി ഉറങ്ങി തീർക്കാൻ പോവാണ്. കുറെ ഫ്രണ്ടിൽ കിടന്നുറങ്ങും, പിന്നെ കുറെ നേരം ബാക്കിൽ കിടന്നുറങ്ങും. ഉറങ്ങി മലരാവും തോന്നുമ്പോ ശാന്തിയും സമാധാനവും തിങ്ങിപ്പാർക്കുന്ന ചെറിയ കുടിലിനകത്തേക്ക് പോകും. വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ഇനിയിപ്പോ വന്നു കഴിഞ്ഞ സുന്ദരി നീ വന്നു ഗസലാ. എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോ പിരിയുന്ന കൂട്ടുകാർ നമ്മൾ. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ അവരെത്തി. അപ്പസലാം.